ഈ ബൈബിൾ സ്റ്റഡിയുടെ രണ്ടാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഈ ഒരു അധ്യായം നീളുന്ന പാരമ്പര്യം പറയുന്ന ഇവരാരും രക്ഷിക്കപ്പെട്ടതുമല്ല. ഒരുപക്ഷെ പെന്തക്കോസിൽ ചേർന്ന് കാണും. രക്ഷിക്കപ്പെട്ടേ പെന്തക്കോസിൽ ചേരാവൂ എന്നില്ല. അതുകൊണ്ട് പെന്തക്കോസിൽ ചേർന്നു എന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥവുമില്ല. ഇവിടെ മത്തായി സ്വയം പറയുന്നു ചുങ്കക്കാരൻ മത്തായി, അല്ലാതെ മത്തായി പറയുന്നില്ല അബ്രഹാമിന്റെ സന്തതിയായ മത്തായി, യാക്കോബിന്റെ സന്തതിയായ മത്തായി, ഇതൊന്നും പറയുന്നില്ല. യഹൂദരിൽ നിന്ന് ജനിച്ച യഹൂദൻ, അത് പറയുന്നില്ല. ശമരിയാക്കാരനല്ല, ജാതികളിൽപ്പെട്ടവരല്ല. ഇതേപ്പറ്റി ഒന്നുമല്ല മത്തായിക്ക് പറയാനുള്ളത്. താൻ ചുങ്കക്കാരനായിരുന്നു, കർത്താവിനെ വിടുവിച്ചു, അതാണ്. പിന്നെ അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, പിന്നെ ഒരു ശീമോൻ ഇവിടെയുണ്ട്. നമ്മുടെ ശീമോൻ പത്രോസിനെ നമുക്കറിയാം, പക്ഷെ ഇത് വേറൊരു ശീമോനാണ്, എരിവുകാരനായ ശീമോൻ. ഈ എരിവുകാരനായ ശീമോൻ എന്ന് പറഞ്ഞാല് യഹൂദന്മാരുടെ ഇടയ്ക്കുണ്ടായിരുന്ന നാലാമത്തെ ഗ്രൂപ്പാണത്. ആ കാലത്തെ പരീശന്മാരുണ്ടായിരുന്നു, സദൂക്യരുണ്ടായിരുന്നു, എസേനിയസ് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. വലിയ സന്യാസ രീതിയൊക്കെയാണ് അവർക്കുണ്ടായിരുന്നത്. എന്നാൽ ഈ സീലോട്സ് എന്ന് പറയുന്നതായ എരിവുകാരെ സംബന്ധിച്ച് അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവരെ കടുത്ത സ്വാതന്ത്ര്യവാദികളാണ്, സ്വരാജ്യ സ്നേഹികളാണ്. റോമാക്കാരെയും അതുപോലെ തങ്ങളെ അടിച്ചമർത്തി ഭരിക്കുന്ന എല്ലാവരെയും എങ്ങനെയെങ്കിലും കൊന്നുകളയണം, സായുധ വിപ്ലവത്തിലൂടെ തന്നെ സ്വാതന്ത്ര്യം നേടിയെടുക്കണം എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഇവരെ ഇടയ്ക്കൊക്കെ കുറെ വിപ്ലവം ഉണ്ടാക്കുകയും ചെയ്യും. കുറെ റോമാക്കാരെയോ വല്ലതും കൊല്ലും, എന്നിട്ട് എവിടെങ്കിലും ഒളിച്ചു താമസിക്കും, പിന്നെയും വന്ന് ആക്രമിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് സീലോട്സ് എന്ന് പറയുന്ന ഈ എരിവുകാര്. ചുങ്കക്കാരോടൊക്കെ ഇവർക്ക് ഭയങ്കര വിരോധമാണ്. പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചുങ്കക്കാരൻ മത്തായി ഉണ്ട്, എരിവുകാരനായ ശീമോനും ഉണ്ട്. അക്ഷരാർത്ഥത്തിൽ പാമ്പും കീരിയും പോലെ നിൽക്കേണ്ടവരാണ് ഇവര്. പക്ഷെ യേശുവിന്റെ സ്നേഹത്തിൽ വന്നപ്പോൾ 12 ശിഷ്യന്മാരുടെ കൂട്ടത്തില് ഇവർ രണ്ടുപേരും കൊണ്ട് തമ്മിൽ വഴക്കുണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കരിയാത്ത യൂദ. ഇതിലെ എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ കാര്യം ഇതാണ്. കർത്താവായ യേശു ക്രിസ്തുവാണ് ഇവരെ തെരഞ്ഞെടുത്തത്. കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു എന്നത്രേ. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തു 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ അതിൽ തന്നെ ഒറ്റിക്കൊടുക്കാനുള്ളവനെയും തെരഞ്ഞെടുത്തു. ഇതാണ് അത്ഭുതകരമായ കാര്യം. ഇപ്പൊ നമ്മുടെ മുമ്പില് കുറെ നല്ല കാര്യങ്ങളും കുറെ ചീത്ത കാര്യങ്ങളും വെച്ചു. ഇഷ്ടമുള്ളതൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ഉദാഹരണം 10 സാധനങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. നല്ല 10 കൂട്ടവും ഉണ്ട്, മോശം 10 കൂട്ടവും ഉണ്ട്. ഏതെങ്കിലും 10 എടുത്തോളാൻ പറഞ്ഞാൽ ആ നല്ലത് 10 നമ്മൾ ഇങ്ങെടുക്കും, മോശം 10ന്റെ ഭാഗത്തോട്ട് നോക്കുക പോലുമില്ല. എന്നാൽ കർത്താവായ യേശുവിന്റെ മുമ്പിൽ ആരെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിലും തന്നെ ഒറ്റിക്കൊടുക്കാനുള്ള യൂദായെയും യേശു തന്നെ തിരഞ്ഞെടുത്തു. അതാണ് കർത്താവ് പറയുന്നത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ തന്റെ ആടുകൾക്ക് സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാൻ വേണ്ടി തന്നെ തന്നെ ബലി അർപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. അല്ലാതെ യേശുവിന് അബദ്ധം പറ്റി യേശുവിനെ ആരും ക്രൂശിച്ചതല്ല. അപ്പോൾ തന്നെ ഒറ്റിക്കെടുക്കാൻ ഒരാൾ ആവശ്യമാണ്. അത് ദൈവത്തിന്റെ മുൻനിർണയം അനുസരിച്ച് യൂദായാണ്. അതുകൊണ്ട് കർത്താവ് കാര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ കർത്താവ് തിരഞ്ഞെടുത്തു. ഇതാണ് കർത്താവിന്റെ ശ്രേഷ്ഠത. നാം ഒക്കെ കഷ്ടം അനുഭവിക്കുന്നത് മറ്റ് ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് ഇത് ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നിരിക്കെ, എല്ലാം മുമ്പുകൂട്ടി അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കി വച്ചിരിക്കുന്ന ആളായിരിക്കെ ഈ യൂദായെ അങ്ങ് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. കർത്താവ് പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ വന്നവനാണ്. തന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ യൂദാ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്, തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അവനെയും തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അവസാന നിമിഷം വരെയും മറ്റു ശിഷ്യന്മാരോട് ഇടപെട്ടതുപോലെ തന്നെയാണ് അവനോട് ഇടപെട്ടത്. മറ്റു ശിഷ്യന്മാർക്ക് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും ഇവന് കൊടുത്തു. മറ്റു ശിഷ്യന്മാർക്ക് കൊടുത്ത എല്ലാ കഴിവുകളും കൊടുത്തു, കൃപകൾ കൊടുത്തു, കൃപാവരങ്ങൾ കൊടുത്തു. മറ്റു ശിഷ്യന്മാരെ രോഗികളെ സൗഖ്യമാക്കിയപ്പോൾ ഇവനും സൗഖ്യമാക്കിയിരിക്കാൻ കാരണം ഇവനും അധികാരം കൊടുത്തിരുന്നു. മറ്റു ശിഷ്യന്മാരെ പോലെ എല്ലാവിധത്തിലും അവസാന നിമിഷം വരെ കർത്താവ് ഇവനെ കാണുവാനും ഇടയായി. കർത്താവ് ഇവനോട് പ്രത്യേകം എന്തെങ്കിലും വിരോധം തോന്നി, വിരോധം എന്തെങ്കിലും കാണിച്ചിട്ട് പിണങ്ങി പിരിഞ്ഞു പോയതല്ല. മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് പറയാം കർത്താവ് മറ്റവരെക്കാളും ഇവനെ വിശ്വസിച്ചു എന്ന്. കാരണം കർത്താവും മറ്റേ 12 ശിഷ്യന്മാരും ഉൾപ്പെടെ മൊത്തം 13 പേരുടെ സമ്പാദ്യം കർത്താവ് ഏൽപ്പിച്ചത് ഇസ്കരിയാത്തോ യൂദായെയാണ്. അതിലിടുന്ന പണം കുറേശ്ശെ അവൻ എടുക്കുന്നുണ്ട്, മോഷ്ടിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടും
അവനെ ഖജാൻജി സ്ഥാനത്തു നിന്ന് മാറ്റാതെ അവനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുവാനും കർത്താവിന് മനസ്സിൽ തോന്നി. അപ്പോൾ കർത്താവ് ഇതൊക്കെ ഈ മുമ്പുകൂട്ടി അറിഞ്ഞുകൊണ്ട് തനിക്ക് വരാനുള്ള കഷ്ടങ്ങള് സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനിച്ച് തെരഞ്ഞെടുക്കുകയായിരുന്നു, അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു. അങ്ങനെ കർത്താവ് 12 ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണങ്ങളിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവിൻ എന്നാണ് പറയുന്നത്. ഒരുപക്ഷെ ഇത് അല്പം ക്രൂരമാണ്, അനീതിയാണ് എന്ന് നമുക്ക് തോന്നാവുന്നതാണ്. എന്നാലേ നാം ഒരു കാര്യം ഓർക്കണം. മത്തായി സുവിശേഷം എഴുതിയത് യഹൂദന്മാരെ മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുമെന്ന് മത്തായിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് മത്തായി വിഷയം അവിടെ എടുത്തു പറയുന്നത്. എന്താണ് മത്തായി പറയുവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറയാം. കർത്താവായ യേശുക്രിസ്തു വന്നത് ശമര്യരെ രക്ഷിക്കാനോ ജാതികളെ രക്ഷിക്കുവാനോ അല്ല. തെറ്റിദ്ധരിക്കരുത്. ഇവർക്കൊക്കെയും യേശുവിലൂടെ രക്ഷ കിട്ടുമെന്നത് ശരി തന്നെയാണെങ്കിലും യഥാർത്ഥത്തില് ദൈവം കർത്താവായ യേശുവിനെ അയച്ചത് ഇവരെ രക്ഷിക്കുവാനല്ല, യഹൂദന്മാരെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. റോമാലേഖനം 10-11 അധ്യായങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചു വായിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. യഹൂദന്മാർ കർത്താവായ യേശുവിനെ തള്ളിക്കളഞ്ഞത് കൊണ്ടാണ് ജാതികൾക്ക് രക്ഷ വന്നത്. യഹൂദന്മാരങ്ങനെ തള്ളിക്കളഞ്ഞിരുന്നില്ല എങ്കിൽ ജാതികൾക്ക് രക്ഷ വരുമായിരുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇവിടെ പറയുന്നത്, ഇപ്പോൾ ജാതികൾക്ക് വേണ്ടിയല്ല, ശമരിയക്കാർക്ക് വേണ്ടിയല്ല, യഹൂദന്മാർക്ക് വേണ്ടിയുള്ള വേലയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെയാണ് അന്യജാതിക്കാരിയായ ഒരു സ്ത്രീ ഒരിക്കൽ വന്ന് തന്റെ മകളെ സൗഖ്യമാക്കണമെന്ന് കർത്താവിനോട് പറയുമ്പോൾ കർത്താവ് പറഞ്ഞത് മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുകയില്ല എന്ന്. കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അന്യജാതിക്കാർക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ്. മക്കൾക്ക് തൃപ്തി വരട്ടെ എന്നാണ് കർത്താവ് പറഞ്ഞത്. ഈ ബൈബിൾ സ്റ്റഡിയുടെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു.